ഹലോ, ഇന്നിപ്പോൾ എന്താ വിശേഷം എന്ന് ചോദിച്ചാൽ നമ്മൾ പറയാറില്ലേ, ഒരു വഴി അടയുമ്പോൾ 9 വഴി തുറക്കാണ്ടാവുന്നു. അത് എല്ലാവരുടെ കാര്യത്തിൽ അത് ശരിയല്ല കേട്ടോ. കാരണം ചിലർക്ക് 9 വഴികളുണ്ടാവും, 9 അല്ല ചിലപ്പോൾ 19 വഴികളും ഉണ്ടാവും. ആ 19 വഴികളും അടഞ്ഞ ആൾക്കാരുണ്ടാവും. അതിനിപ്പോൾ ഒരു ഉദാഹരണം പറയാണ്, നമ്മൾ ആൺമക്കളുണ്ടായിട്ടും ആങ്ങളമാരുണ്ടായിട്ടും ആണൊരുത്തനുണ്ടായിട്ടും പിന്നെ പിതാവുണ്ടായിട്ടും ഇവരെ കൊണ്ടൊന്നും ഒരു ഉപകാരം ഇല്ലാത്ത ആൾക്കാരുണ്ടാവില്ലേ, അവരുടെ വഴിയാട്ടെ ഈ 9 വഴിയും അടഞ്ഞു പോകുന്ന ആ ഒരവസ്ഥ. അവരൊക്കെ ഉണ്ടായിട്ടും സംഭവം അവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരെ കൊണ്ടാണെങ്കിൽ നമുക്ക് അവർക്ക് ആ പെണ്ണുങ്ങൾക്ക് അല്ലെങ്കിൽ ആർക്കെങ്കിലും ആ ഉപകാരം ഉണ്ടാവില്ല. പക്ഷെ അവരൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ മറ്റൊരാളോട് ചെന്നിട്ട് ഒരു സഹായം ഒന്നും ചോദിക്കാനും പറ്റാത്തൊരവസ്ഥയുണ്ട്. ആ ഒരവസ്ഥക്കാരുടെ ഞാൻ പറയുന്നത് 19ാമത്തെ വഴിയും അടയുന്നു. ആ 9 വഴിയും അടയും, ആ 19ാമത്തെ വഴിയും അടയും. അങ്ങനത്തെ കുറേ ജന്മങ്ങളുണ്ട് കേട്ടോ ഈ ലോകത്ത്. നമ്മൾ പറയുമ്പോൾ അങ്ങനെ പറയാം, എന്താ ഒരു വഴി അടഞ്ഞ 9 വഴി തുറക്കാണ്ടെന്ന്. പക്ഷെ ആ 9 വഴിയും അടഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ടാവും. അവർക്ക് മറ്റൊരാളോട് ചെന്ന് ഒരു സഹായം ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ അവർ തിരിച്ചു ചോദിക്കും, എനിക്ക് ഇന്ന ആൾക്കാരൊക്കെ ഇല്ലേ എന്ന് ചോദിക്കും. മകനില്ലേ, ഭർത്താവില്ലേ, വാപ്പയില്ലേ, ആങ്ങളന്മാരില്ലേ എന്നൊക്കെ ചോദിക്കും. സത്യം പറഞ്ഞാൽ ഒക്കെ ഉണ്ടെന്ന് പറയേണ്ട ഒരവസ്ഥയും വരിക. അപ്പം നമുക്ക് അവർക്ക് അതൊക്കെ ഉണ്ടല്ലോ, പിന്നെ ഞങ്ങളൊക്കെ എന്തിനാണ് സഹായിക്കുന്നതെന്ന് ചോദിക്കുന്ന ആ ഒരു അവസ്ഥ ഉണ്ടാവില്ലേ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ, ആ 19ാമത്തെ വഴിയും അടഞ്ഞിട്ടും ജീവിക്കുന്ന കുറേ ജന്മങ്ങളുണ്ട് ഈ ലോകത്ത്.